എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ്. നമ്പ്യാർ വിഭാഗത്തിൽപ്പെട്ടതാണ്. രാജീവൻ എന്നാണ് പേര്. 44 വയസ്സ്. ആദ്യ വിവാഹമാണ്. പുണർദം നക്ഷത്രം. ഡിഗ്രിയാണ് ആൾ പഠിച്ചിട്ടുള്ളത്. ബിസിനസ്സാണ്. അച്ഛനും അമ്മയും പെൻഷനേഴ്സാണ്. നേറ്റീവ് പ്ലേസ് വടകരയാണ്. ഇപ്പോഴുള്ളത് ചെന്നൈയിലാണ്. അവർക്ക് ഡിമാൻഡൊന്നുമില്ല. നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാവണമെന്നേലും. നല്ലൊരു പയ്യനാണ്. 44 വയസ്സൊന്നും കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല. അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്, അതായത് ഈ പയ്യൻ്റെ വീട്ടിലെ കോൺടാക്റ്റ് നമ്പറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ ഈ ഒരു ഡേറ്റിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. കാണാനൊക്കെ നല്ല പയ്യനാണ്. നല്ല സ്വഭാവമുള്ള ആൾക്കാരുമാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ നമ്പർ 80 72 11 20 17. ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയും. അടുത്തൊരു ഈഴവ യുവതിയാണ്. 27 വയസ്സ്. +2 ആണ്. ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം വരുന്നത്. അവിട്ടം നക്ഷത്രം. തൃശ്ശൂർ ജില്ലയിലാണ്. ഇവർക്ക് ജില്ല ഏതായാലും പ്രശ്നമില്ല. ഇടത്തരം ഫാമിലിയാണ്. ഈ സാധാരണക്കാരോ ഇടത്തരക്കാരോ ആയിട്ടുള്ള ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു നായർ യുവതിയാണ്. 34 വയസ്സുണ്ട്. SSLC ആണ് വിദ്യാഭ്യാസം വരുന്നത്. ആദ്യ വിവാഹമാണ്. കൊല്ലം ജില്ലയിലാണ്. സാധാരണക്കാരാണ് ഇവർ. അപ്പോൾ സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാധ്യതയില്ലാത്തൊരു പുനർവിവാഹമാണെങ്കിലും അവർക്ക് നോക്കാം എന്നുള്ളൊരു താല്പര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 25 വയസ്സ്. പുനർവിവാഹമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. പാലക്കാട് ജില്ലയിലാണ്. കാർത്തിക നക്ഷത്രമാണ്. പ്രത്യേകിച്ചൊരു ഡിമാൻഡ് അവർ പറയണില്ല. നല്ല സ്വഭാവമുള്ള ഒരാൾക്കാരാവണം എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 25 വയസ്സ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. തൃശ്ശൂർ ജില്ലയിലാണ്. രേവതി നക്ഷത്രം. ഇടത്തരം ഫാമിലിയാണ്. പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല. അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇവരൊരു ഇടത്തരം ഫാമിലിയാണ്. അപ്പോൾ ഇടത്തരക്കാരുടെ ആലോചനയാണ് അവർ നോക്കുന്നത്. അടുത്തതൊരു നായർ യുവതിയാണ്. 48 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നും പറയുന്നില്ല. ദത്ത് നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സ്വഭാവമുള്ള ഒരാൾക്കാരാവണം എന്നുള്ളതാണ് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞൊരു ഡിമാൻഡ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 39 വയസ്സ്. പുനർവിവാഹമാണ്. കുട്ടികളില്ല. കോട്ടയം ജില്ലയിലാണ് വീട് വരുന്നത്. സാധാരണക്കാരാണ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ജില്ല ജോലി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല സ്വഭാവമുള്ള, അവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 34 വയസ്സുണ്ട്. ഡൈവോഴ്സാണ്. ഒരു കുട്ടിയുണ്ട്. SSLC ആണ് വിദ്യാഭ്യാസം വരുന്നത്. ഭരണി നക്ഷത്രമാണ്. കൊല്ലം ജില്ലയിലാണ് വീട്. ജില്ല അങ്ങനത്തെ ഡിമാൻഡൊന്നും പറയുന്നില്ല. നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരായാൽ മതി എന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു SC യുവതിയാണ്. 27 വയസ്സ്. +2 ആണ്. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. പൂരോരുട്ടാതി നക്ഷത്രമാണ്. കോട്ടയം ജില്ലയിലാണ് വീട്. ജില്ലയൊന്നും പ്രശ്നമില്ല. SCയിൽ ഏത് വിഭാഗമായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരാവണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതി. 29 വയസ്സ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് വീട്. ആയില്യം നക്ഷത്രം. ഇടത്തരം ഫാമിലിയാണ്. ഇടത്തരക്കാരുടെ ആലോചനയാണ് അവർ നോക്കുന്നത്. ജില്ല ഒരു പ്രശ്നമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും ആവണം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു നായർ യുവതിയാണ്. 30 വയസ്സുണ്ട്.
ഡിഗ്രി ഡിപ്ലോമയാണ്. കാർത്തിക നക്ഷത്രം. പാലക്കാട് ജില്ലയിലാണ്. ഇവർ സാധാരണക്കാരാണ്. ഇവർ പറയുന്നത് സാധാരണക്കാരുടെ ആലോചനയൊക്കെ മതി എന്നാണ്. ഇപ്പോൾ നമ്മളടുത്ത് സാധാരണക്കാരെന്ന് പറഞ്ഞാലും ചിലർ ഇടത്തരക്കാർ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്താ വെച്ചാൽ എല്ലാവരോടും ചോദിക്കുമ്പോൾ ഞങ്ങൾ സാധാരണക്കാരാണ് അങ്ങനെയാണ് പറയുക. ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരുടെ ആലോചന നോക്കിയാൽ മതി, നിങ്ങൾ വലിയ ഹൈ ലെവലൊന്നും വേണ്ട, നമുക്ക് അനുയോജ്യമായിട്ട് പോകണം ഏതായാലും ഞങ്ങൾ നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 24 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. അവിട്ടം നക്ഷത്രമാണ്. പാലക്കാട് ജില്ലയിലാണ്. അവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല, നല്ല സ്വഭാവമുള്ള ഒരാൾക്കാരാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 32 വയസ്സ് വരെയൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു വിശ്വകർമ്മ യുവതിയാണ്. 26 വയസ്സുണ്ട്. വിശാഖം നക്ഷത്രം. ഡിഗ്രിയാണ് ജോലി. ഡിഗ്രി വരെയാണ് പഠിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ അവർ പ്രത്യേകിച്ചൊരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല നമ്മളോട്, അനുയോജ്യമായ ഏതായാലും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇവർ സാധാരണക്കാരാണ്. സാധാരണക്കാരുടെ ആലോചനയാണ് നോക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈഴവ യുവതിയാണ് അടുത്തത്. 52 വയസ്സുണ്ട്. ഭർത്താവ് മരണപ്പെട്ടതാണ്. അവർ കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതാണ്. ജാതി ബാധ്യത അങ്ങനെയൊന്നും പ്രശ്നമില്ല, ജില്ല ഏതായാലും നോക്കാം, നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അവരെ ഈ പ്രായത്തിലും സ്നേഹിക്കാനും സംരക്ഷിക്കാനൊക്കെ കഴിയുന്ന സൽസ്വഭാവിയായിട്ടുള്ള ഒരാൾ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊല്ലം ജില്ലയിലാണ് ഇവരുടെ വീട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഹിന്ദു യുവതിയാണ്. 50 വയസ്സ്. ഫസ്റ്റ് മാരേജാണ്. വേറെ ഡിമാൻഡൊന്നുമില്ല, നല്ല സ്വഭാവമുള്ള ഒരാളാവണം തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നും ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവാവിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. നിതോഷ് എന്നാണ് പയ്യൻ്റെ പേര്. 34 വയസ്സാണ്. SSLC ആണ് വിദ്യാഭ്യാസം. ഡ്രൈവറാണ്. എല്ലാ വണ്ടികളും ഓടിക്കും. നല്ല കാണാനൊക്കെ നല്ല ആളാണ്. നല്ല സ്വഭാവമുള്ളൊരു പയ്യനാണ്. ദുശീലങ്ങളൊന്നുമില്ല. ഗുരുവായൂരാണ് വീട്. തൃശ്ശൂർ ജില്ലയിൽ. അവർക്ക് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല. നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായാൽ മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ നമ്പർ 88 48 14 67 38 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്തൊരു നായർ യുവതിയാണ്. 33 വയസ്സ്. +2 ആണ്. ആദ്യ വിവാഹം. ബാധ്യതയില്ലാത്ത പുനർവിവാഹം ആയാലും നോക്കാമെന്ന് അവർ പറയുന്നുണ്ട്. കൃഷിക്കാരാണ്. ഇടത്തരം ഫാമിലിയിൽ നിന്നുള്ള ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാലക്കാട് ജില്ലയാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ്. 43 വയസ്സുണ്ട്. ആദ്യ വിവാഹമാണ്. ബാധ്യതയുള്ള പുനർവിവാഹം ആയാലും നോക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തു നിന്നായാലും ആലോചന നോക്കുന്നുണ്ട്. അതുകൂടാതെ SC ST അല്ലാതെ ഹിന്ദുവിൽ വരുന്ന മറ്റ് ആലോചനകളും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് പറയുന്ന ഇത്രയും ഡീറ്റെയിൽസാണ്. കൂടുതൽ ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബൈ. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ നിങ്ങൾ സാധാരണക്കാരെന്ന് പറയുകയാണ്. ഞങ്ങൾ വിളിച്ച് നോക്കുമ്പോൾ അവർ സാധാരണക്കാരല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഈ നമ്പർ എടുത്തിട്ട് വിളിക്കുമ്പോൾ അവർ ഓരോ ഡിമാൻഡ് പറയുകയാണ്. അപ്പോൾ നമ്മളോട് പറയുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു പാർട്ടിയോട് പറയുമ്പോൾ അവരൊരു മാരേജ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഏജൻസി, നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെ എന്താണെന്നുള്ളത് നമ്മൾ ചോദിക്കണം. അപ്പോൾ അവർ അതിനുള്ള റിപ്ലൈ ആണ് നമുക്ക് തരുന്നത്. പക്ഷെ നിങ്ങളതങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു മാരേജിന് വേണ്ടി അവരെ സമീപിക്കുന്ന ഇതാവുമ്പോൾ അവർക്ക് എന്തായാലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ അതിനുള്ള ഇത് കിട്ടില്ല എന്നോ എന്താ അറിയില്ല, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് കൂടുതൽ ആളുകൾ വിളിക്കുമ്പോഴും ചിലർ ഇപ്പോൾ ഒരു ആൾ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് വരികയാണെങ്കിൽ അവരോടൊപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഗവൺമെൻറ് ജോലി വേണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഡിമാൻഡ് എന്ന് ചോദിക്കുമ്പോൾ ചിലരങ്ങനെ പറയും, ഞങ്ങൾക്ക് ഗവൺമെൻറ് മാത്രമേ പറ്റുള്ളൂ, ഞങ്ങളുടെ ജില്ല മാത്രം മതി, പിന്നെ അങ്ങനെയൊക്കെ ഡിമാൻഡ് പറയുന്നവരുണ്ട്. ചിലർ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡിമാൻഡൊന്നുമില്ല,
നല്ല സ്വഭാവമുള്ള ഒരാൾ മതി, അല്ലെങ്കിൽ ജില്ലയൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ വിളിക്കുന്ന ആളോട് അവർ ദൂരാണ്, അല്ലെങ്കിൽ ആ ജോലി വേണ്ട, അങ്ങനെയൊക്കെ പറയുന്നൊരു പ്രവണത കാണാനുണ്ട്. എന്താ ചെയ്യുക, നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറയുന്നത് അവരോട് പറയുക, അവർ പറയുന്നത് നമ്മൾ നിങ്ങളോട് പറയുക, അത്രയേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ നമുക്ക് ഇത് വേണ്ട, നിങ്ങൾ നോക്കണ്ട എന്നൊക്കെ ഉള്ളൊരു കണ്ടീഷനിലാണ് ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു നിസ്സഹായത നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ബൈ.